ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ്. അതിനു മുൻപ് നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട വർക്ക് കൈനറ്റിക് എനർജി തിയറം പഠിച്ചിരുന്നു. ഇതിൽ നമ്മൾ പഠിച്ചു ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ദി ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ദ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം ഓർ ഓഫ് ദി പാർട്ടിക്കിൾ. പാർട്ടിക്കിളിന്റെ ടോട്ടൽ വർക്ക് ഡൺ, പാർട്ടിക്കിളിൽ ചെയ്ത ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് നമ്മൾ പഠിച്ചു. ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് ആൻഡ് ഇറ്റ് ഈസ് വാലിഡ് ഫോർ ഇൻ ഓൾ കേസസ്. പിന്നീടാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു തരം ഫോഴ്സുകളെ കുറിച്ചും ആ ഫോഴ്സിന്റെ പ്രത്യേകതകളെ കുറിച്ച്, പാത്ത് വർക്ക് ചെയ്തത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതാണ് ആ ഫോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിന്റെ സവിശേഷതകൾ കുറെ പഠിച്ചു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു അങ്ങനെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾക്കൊരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ മുൻപ് വളരെ ചെറിയ രീതിയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. It is the energy possessed by virtue of position or the state of strain of a particle or of a system. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ പൊസിഷൻ കാരണമായി അതിനുണ്ടാവുന്ന എനർജിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായ ഒരു അല്പം കൂടി ഡെപ്തിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മാത്രം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്. ആ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്നിട്ട് നമ്മൾ കണ്ടു പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കേസിൽ ഇഫ് വി ഐ ഈസ് ദി ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് വി എഫ് ഈസ് ദി ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം, then the work done by the conservative force is equal to negative of the change in potential energy. അല്ലെങ്കിൽ change in potential energy of a body is equal to negative of the work done by the conservative force. ശ്രദ്ധിക്കുക, രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണുള്ളത്. ഒന്ന് വർക്ക് കൈനറ്റിക് എനർജി തിയറമാണ്, അത് എല്ലാ ഫോഴ്സിനും വാലിഡ് ആണ്, അത് നമ്മൾക്കറിയാം, അത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ ഇന്റഗ്രൽ ഫോം ആണ്. രണ്ടാമത്തത് വർക്ക് കൈനറ്റിക് എനർജി തിയറം അല്ല, കൺസർവേറ്റീവ് ഫോഴ്സ് ഉള്ളപ്പോൾ മാത്രം പറയാൻ പറ്റുന്ന രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ then the change in potential energy of that particle is equal to the negative of the work done by the conservative force. Very, very important. Change in potential energy is equal to negative of the work done by the conservative force. And change in kinetic energy is equal to work done on the particle. Total work done on the particle is equal to change in kinetic energy, which is called the work kinetic energy theorem. And the theorem connecting the potential energy to the work is change in potential energy is the negative of the work done by the conservative force. അത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചതിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഈ ഒരു ആശയമാണ്. ഒന്ന് നേരത്തെ പഠിച്ചതാണ്, ദാറ്റ് ഈസ് ദി വർക്ക് കൈനറ്റിക് എനർജി തിയറം. അത് കൈനറ്റിക് എനർജിയും വർക്കുമായി ബന്ധിപ്പിക്കുന്നു. ദാറ്റ് ഈസ് വാലിഡ് ഫോർ ഓൾ ഫോഴ്സസ് ആൻഡ് ദാറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദി, ദാറ്റ് ഈസ് എ ഫോം ഓഫ് ഇന്റഗ്രൽ ഫോം ഓഫ് ദി ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. അത് നമുക്കറിയാം. പിന്നീട് പൊട്ടൻഷ്യൽ എനർജി, കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്തതാണ്, അത് പഠിച്ചു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എസെൻസ്, ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നൊക്കെ പറഞ്ഞാൽ അവസാനം ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജിയാണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, ദ ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് ദി ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പിന്നീട് നമ്മൾ എർത്തിന്റെ സർഫസിനോട് അടുത്തുള്ള പോയിന്റുകളിൽ നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് h ഹൈറ്റിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ
അപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ വർദ്ധിക്കുമെന്നും ആ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വർധനവ് mg/h ആയിരിക്കുമെന്നും കണ്ടു. അതാണ് ലാസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തത്. The potential energy at a height h above the surface of earth is equal to mgh. നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇതാണ് ലാസ്റ്റ് കണ്ടത്. അതിന്റെ അർത്ഥം എർത്തിന്റെ സർഫസിലുള്ളതിനേക്കാൾ mgh കൂടുതലായിരിക്കും h ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. For convenience, we choose the potential energy at the surface of earth as 0. ഭൂമിയുടെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് നമ്മൾ ചൂസ് ചെയ്യും. എന്നാൽ നമ്മൾക്ക് പറയാം h ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ വസ്തു ഒരു ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. പൊട്ടൻഷ്യൽ എനർജിയുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഫിസിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജിയുള്ള വ്യത്യാസമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ mgh എന്ന് പറഞ്ഞാൽ the potential increase in potential energy when an object is raised to a height h above the surface of earth. ഒരു വസ്തുവിനെ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും h ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന വർധനവാണ് യഥാർത്ഥത്തിൽ mgh എന്ന് പറയുന്നത്. പക്ഷേ എർത്തിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ട് we will say that the total potential energy at height h above the surface of earth is mgh. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾക്ക് അടുത്തത് പ്രധാനമായിട്ടും പ്രൂവ് ചെയ്യേണ്ടത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയെയും പൊട്ടൻഷ്യൽ എനർജിയെയും കൂട്ടിയിട്ട് പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. ഇറ്റ് ഈസ് ദി സം ഓഫ് kinetic and potential energy of a body. That is called the total mechanical energy. അത് എപ്പോഴും ഓർമ്മയിൽ വേണം. Again, the total mechanical energy of a body is the sum of kinetic energy and potential energy. Okay? അപ്പോൾ അതാണ് മെക്കാനിക്കൽ എനർജി. നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്നത് എങ്കിൽ, ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിലോ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമാണ് എങ്കിൽ we can show that then the total mechanical energy of that particle or that system remains constant. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് പൂർണ്ണമായും കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ആകെ യാന്ത്രികോർജം ടോട്ടൽ മെക്കാനിക്കൽ എനർജി ദാറ്റ് ഈസ് ദി സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ആകെ തുക എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അത് മാറൂല. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നത് എങ്കിൽ കൺസർവേറ്റീവ് അല്ലാത്തൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി മാറും, അതിന്റെ കൈനറ്റിക് എനർജി മാറും. ബട്ട് ദി സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ദി ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. സോ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നോട്ട് ബുക്കിൽ നിങ്ങളുടെ ഹെഡിങ് ആയിട്ട് എഴുതുക കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഇത് ജനറൽ ആയിട്ടുള്ള റിസൾട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പർട്ടിക്കുലർ ഫോഴ്സിനെന്നല്ല, ഏതൊരു കൺസർവേറ്റീവ് ഫോഴ്സിനും ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. വളരെ സിമ്പിൾ ആണ് ഈ പ്രൂഫ്. ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് കൈനറ്റിക് എനർജി തിയറവും പൊട്ടൻഷ്യൽ എനർജി ഈ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ എന്നുള്ള ആശയവും എന്നുള്ള ആ ഒരു ഐഡിയയും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫ്യൂ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ്. വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്തെടുക്കാവുന്നു. സോ ആസ് യൂഷ്വൽ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ആ പാർട്ടിക്കിൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണ് പഠിക്കുന്നത്. സോ ഇറ്റ് മൂവ്സ്. അങ്ങനെ അത് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾക്ക് ആദ്യം വർക്ക് കൈനറ്റിക് എനർജി തിയറം അനുസരിച്ച്
ഈ പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിക്കാൻ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാൻ അതിൽ ചെയ്ത പാർട്ടിക്കിൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും. ദാറ്റ് ഈസ് ദി വർക്ക് കൈനറ്റിക് എനർജി തിയറം. ഇറ്റ് സേസ് ദാറ്റ് ദി ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദി പാർട്ടിക്കിൾ ഈസ് ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഇത് എഴുതണം. കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിംഗ് അണ്ടർ എ കൺസർവേറ്റീവ് ഫോഴ്സ് എഫ് ഓഫ് എക്സ് ബൈ വർക്ക് കൈനറ്റിക് എനർജി തിയറം, അല്ലെങ്കിൽ വർക്ക് എനർജി തിയറം എന്ന് എഴുതിയാലും മതി. Work done in displacing the particle is the change in kinetic energy. പറഞ്ഞാൽ W, the work kinetic energy ആണ് kF minus ki. K stands for the kinetic energy, and F stands for final, I stands for initial. So this means the final kinetic energy minus initial kinetic energy, which is equal to work done. That is work kinetic energy theorem. അതിന്റെ mathematical equation ആണ്. Okay. Then, since the force is conservative, we can define a potential energy function. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി പറയാൻ പറ്റും. ആൻഡ് വി നോ ദാറ്റ് ഇഫ് ദി ഫോഴ്സസ് ആക്ടിങ് ആർ കൺസർവേറ്റീവ്, then the change in potential energy is the negative of work done by the conservative force. ഇത് നമ്മൾ നേരത്തെ കൺസർവേറ്റീവ് ഫോഴ്സ് പഠിച്ച പ്രധാനപ്പെട്ട ഒരു ആശയം. ഞാൻ പറഞ്ഞത് this is very important concept. The change in potential energy is equal to negative of the work done by the conservative force. Okay. So force ഇവിടെ, since the force is conservative, അങ്ങനെ പറയാൻ കാരണം എന്താ? Only if the force is conservative you can define a potential energy. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പറയാൻ പറ്റില്ല. അപ്പം ഇവിടെ ഫോഴ്സ് കൺസർവേറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ ഡിഫൈൻ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് ദി കൺസെപ്റ്റ് ദാറ്റ് the change in potential energy is the negative of the work done by the conservative force. Okay. അപ്പൊ ഐഡിയ കിട്ടിയല്ലോ. ഒന്ന് ഇതാണ്, രണ്ടാമത്തെ ഈ ചുവന്ന ലെറ്ററിൽ ചുവന്ന അക്ഷരത്തിൽ എഴുതിയ സെന്റൻസ് ആണ്, റെഡ് കളറിൽ എഴുതിയ സെന്റൻസ് ആണ്. മറ്റൊന്ന് ഇതാണ്. ഇത് രണ്ടുമാണ് ഈ തിയറം, ഈ ഒരു കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂവ് ചെയ്യാൻ ആവശ്യമായ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞത് എന്താണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് വി എഫ് മൈനസ് വി ഐ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ്, സോ മൈനസ് ഡബ്ല്യു. Okay, minus W. So W is equal to VF minus VI. നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് ഈ മൈനസ് മാറ്റി കഴിഞ്ഞാൽ W is equal to രണ്ട് ഭാഗത്ത് മൈനസ് വൺ കൊണ്ട് ഗുണിച്ചാൽ what you will get is ഇത് VF minus VI ക്ക് പകരം VI minus VF ആകും. So W is equal to VI minus VF, where VI and VF are initial and final potential energy. Where VI and VF are the initial and final potential energy. അപ്പൊ രണ്ട് ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഒന്ന് W is equal to KF minus KI, മറ്റൊന്ന് W or work done is equal to VI minus VF. One relates the change in kinetic energy to work, the next relates the change in potential energy to the work done by the conservative force. So these are the two equations. Okay. Now from these two equations, രണ്ടിന്റെയും LHS same ആണ്, so RHS should be the same. That means VF minus VI or VI minus VF is equal to KF minus KI. ഇനി നെഗറ്റീവ് പുറത്തേക്ക് കൊണ്ടുപോവാ, ഈ നെഗറ്റീവ് പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പോ VI plus KI is equal to VF plus KF എന്ന് വരും. ഇവിടുന്ന് മൈനസ് KI ഇപ്പുറം പോകും, പ്ലസ് KI ആവും. ഇവിടുത്തെ മൈനസ് VF ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് VF ആവും. So VI plus KI is equal to VF plus KF. Now VI plus KI is the sum of the kinetic energy and potential energy. Initial പൊസിഷനിലുള്ള കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആണ്. ദാറ്റ് മീൻസ് ദി ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി EI, അതാണ് VI plus KI. So VI plus KI is equal to EI. Similarly, VF plus KF is equal to EF, the total final mechanical energy. ഇവിടെ ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ തുടക്കത്തിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജിയും ഫൈനൽ ആയിട്ടുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജിയും തുല്യമാണ്. ദാറ്റ് മീൻസ് EI is equal to EF. അത് തന്നെയാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ. ടോട്ടൽ മെക്കാനിക്കൽ എനർജി is conserved, it remains constant, its value is same at the initial position
and in the final position, and it should be true at any position. എവിടെ എടുത്താലും ഏത് സമയത്ത് എടുത്താലും ഈ ടോട്ടൽ മെക്കാനിക്കൽ എനർജി EI should be equal to EF. Sum of kinetic and potential energy is called mechanical energy. So this is the proof. It's a very simple proof. Okay, so this is how you will prove that if the forces acting on a particle are all conservative, then the total mechanical energy of the particle is conserved. അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഇത് നോക്കിയിട്ട് മനസ്സിലാക്കണം ഓരോ സ്റ്റെപ്പും. എന്തെങ്കിലും മനസ്സിലാവാത്ത സ്റ്റെപ്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നോട്ടിലേക്ക് എഴുതപ്പെട്ടതാണ്. So that is the conservation of mechanical energy. The total mechanical, in the sentence is the total mechanical energy of a system is conserved. എപ്പോഴാണ് കൺസർവ് ചെയ്യുക? If the forces doing work are all conservative. ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം, അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകളെല്ലാവരും എല്ലാ ഫോഴ്സുകളും കൺസർവേറ്റീവ് ആണെങ്കിൽ you can say that the total mechanical energy of a system is conserved. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ടോട്ടൽ എനർജി ഉണ്ടല്ലോ, മെക്കാനിക്കൽ എന്നുള്ളത് എന്ന പരിഗണന വിട്ടിട്ട് കൈനറ്റിക്കും പൊട്ടൻഷ്യലും തെർമലും അങ്ങനെയുള്ള എല്ലാ ഫോമിലുള്ള എനർജിയും മാറ്റവും കൺസിഡർ ചെയ്താൽ എപ്പോഴും ടോട്ടൽ എനർജി തന്നെ ആയിരിക്കും, കോൺസ്റ്റന്റ് തന്നെ. ദാറ്റ് ഈസ് ദി ഗോൾഡൻ ലോ ഓഫ് ഫിസിക്സ്. ദ എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് ഓർ ബി ഡിസ്ട്രോയ്ഡ്. ഇതല്ല, ഇത് അതിന്റെ ഒരു സബ് കേസാണ്, സ്പെഷ്യൽ സിറ്റുവേഷൻ ആണ്. മറ്റു ഫോംസ് ഒന്നും പരിഗണിക്കുന്നില്ല, ഇല്ല എന്ന അസംഷനിലാണ്. ദ എനർജീസ് ആർ ഓൾ കൈനറ്റിക് ഓർ പൊട്ടൻഷ്യൽ. അപ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയിൽ മാത്രം മാറ്റം വരുന്ന കേസാണ് ഇവിടെ പരിഗണിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ടോട്ടൽ മെക്കാനിക്കൽ എനർജി തന്നെ കൺസർവ്ഡ് ആയിരിക്കും. അല്ല എങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആവില്ല. കൺസർവേറ്റീവ് അല്ലാത്ത ഫോഴ്സുകൾ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ വരുന്നുണ്ട് എങ്കിൽ യു കനോട്ട് സേ ദാറ്റ് ദി ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ്. ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണെന്ന് പറയാം, പക്ഷെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ആർ കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഫോഴ്സുകളാണെങ്കിൽ മാത്രമേ അത്തരം ഈ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ് എന്നുള്ള ഐഡിയ, എന്നുള്ള കൺസർവേഷൻ നിയമം ബാധകമാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും, നോട്ടിലേക്ക് എഴുതി എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ കോവിഡിന്റെ നിയന്ത്രണങ്ങളൊക്കെ നീങ്ങി കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ നോട്ട് ബുക്കുകളും ഒക്കെ പരിശോധിക്കാം. നിങ്ങളെ സ്കൂളിലേക്ക് വരുത്താനുള്ള സാഹചര്യം ഉണ്ടായി വരുമ്പോൾ ലെറ്റ് us pray for that. ഇനി നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഒരു ബോഡി ഫ്രീ ഫാൾ ചെയ്യുന്നത്. ഒരു ഹൈറ്റ് h ഹൈറ്റിൽ നിന്നും ഒരു ഒബ്ജക്ട് താഴേക്ക് വീഴുമ്പോൾ that object is moving under the influence of a gravitational force, and gravitational force is a conservative force. അപ്പോൾ ആ കേസിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആകണം. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൂവ് ചെയ്ത ആ ഒരു ഇത് ഉപയോഗിച്ചിട്ട്, ആ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം. ആ കേസിൽ അതിനുള്ള ഒരു ഗുഡ് എക്സാമ്പിൾ ആണ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ആ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ഇത് വാലിഡ് ആണ് എന്ന് നമ്മൾ ഇതൊന്ന് വെരിഫൈ ചെയ്യാണ്. അതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. Prove the conservation of mechanical energy in the case of a freely falling body. Show that for a freely falling body, the total mechanical energy remains the same. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പല വർഷങ്ങളിലും ഇടം പിടിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഇനി പഠിക്കാൻ പോകുന്ന കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക തന്നെ വേണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. ഓക്കെ, അപ്പൊ ഹെഡിങ് എല്ലാവരും എഴുതിയല്ലോ, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ഇൻ കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി എന്നും എഴുതാം. ഓക്കെ, സോ കൺസിഡർ എ ബോഡി ഫാളിംഗ് ഫ്രീലി ഫ്രം എ ഹൈറ്റ് h. ക്യാപിറ്റൽ h ഹൈറ്റിൽ നിന്നും ഫ്രീ ആയിട്ട് താഴേക്ക് വീഴുന്ന ഒരു ഒബ്ജക്ട്, ഒരു വസ്തുവിനെ കൺസിഡർ ചെയ്യും.
ഫ്രീലി ഫാളിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രൗണ്ട് ലെവൽ. അപ്പൊ ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. ഇതാണ് നമ്മൾ താഴേക്ക് വീഴുന്ന ഒബ്ജക്ട്. ഒരു ബോൾ ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് ഫാളിംഗ് ഡൗൺവേർഡ്സ് ഫ്രം പോയിന്റ് എ. കുറച്ച് കഴിയുമ്പോൾ അത് ബിയിലെത്തും, കുറച്ച് കഴിയുമ്പോൾ അത് ഗ്രൗണ്ട് ലെവലിലെത്തും. സി ഈസ് എ പോയിന്റ് അറ്റ് ദി ഗ്രൗണ്ട് ലെവൽ, ബി ഈസ് എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ ദി ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ പൊസിഷന്റെയും ഫൈനൽ പൊസിഷന്റെയും ഇടയിലുള്ള ഏതോ ഒരു പൊസിഷനാണ് ബി. അപ്പൊ എയിൽ നിന്ന് ഈ ബോൾ താഴേക്ക് വീഴാണ്. ഫൈനലി ഇറ്റ് റീച്ചസ് സി. ബി ഈസ് ആൻ ഇന്റർമീഡിയറ്റ് പോയിന്റ്. ഓക്കെ, ഞാൻ ഇതിലേക്കുള്ള ഹൈറ്റുകൾ മാർക്ക് ചെയ്യാൻ പോകും. സോ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ഹൈറ്റ് എന്നാണ് വീഴുന്നത്. സോ ഗ്രൗണ്ട് ലെവലും എയും തമ്മിലുള്ള ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് ആണ്. എ എന്ന് പറയുന്ന പൊസിഷനും ബി എന്ന് പറയുന്ന പൊസിഷനും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് സ്മാൾ എച്ച് ആണ്. ബിയും സിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് സ്മാൾ വൈയും ആണ്. സോ ഈ ഡയഗ്രാം വരക്കണം. എന്നിട്ട് നമ്മൾ എഴുതണം എനർജി പൊസസ്ഡ് ബൈ ദി ബോഡി അറ്റ് എ, ബി ആൻഡ് സി ആർ. എയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കാണണം, ബിയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കാണണം, സിയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കാണണം. എന്നിട്ട് അത് തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യും വേണം. ദിസ് ഈസ് അവർ എയിം. സോ ഈ ഡയഗ്രാം വരക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എ എന്ന് പറയുന്ന പൊസിഷൻ പരിഗണിക്കുക. എയിലെ അവസ്ഥ എനർജി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അറ്റ് എയിലായിരിക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എത്രയായിരിക്കും? ഗ്രൗണ്ട് സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിലാണ്, ക്യാപിറ്റൽ എച്ച് ഹൈറ്റിലാണ്. സോ ദ പൊട്ടൻഷ്യൽ എനർജി ഇസ് എം ജി എച്ച്. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്. അപ്പൊ എയിലാവുമ്പോൾ ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. നമുക്കറിയാം ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യലി എക്സ്ട്രാ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇനീഷ്യൽ വെലോസിറ്റി വി ആർ ഡ്രോപ്പിംഗ് ജസ്റ്റ് ലൈക്ക് ഡ്രോപ്പിംഗ് ഓർ ഫ്രീ ഫാൾ. വി നോ ദാറ്റ് ദി ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0. ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയും അവിടെ 0 ആയിരിക്കും. വി 0 എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അപ്പോ എ എന്ന് പറയുന്ന ഇനീഷ്യൽ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. കൈനറ്റിക് എനർജി 0 ആണ്. So the total mechanical energy at A, EA is equal to PE plus KE, which is equal to mgh plus 0, which is equal to mg into capital H. Very clear? There is no kinetic energy. The entire energy is mechanical energy, is potential energy, and that potential energy is mg into capital H. A ആകെ എനർജി പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി ഇല്ല. പൊട്ടൻഷ്യൽ എനർജി എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. ക്ലിയർ ആണല്ലോ? സോ എയിലുള്ള ടോട്ടൽ എനർജി ഇ എ കിട്ടി. വെരി സിമ്പിൾ. Now let us go to B. ബിയിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അറ്റ് ബി. ഓക്കെ, ഏത്ത കാര്യം എല്ലാവരും എഴുതിയല്ലോ. ഡയഗ്രാം വരച്ചു. എച്ച് എന്ന് എഴുതി. എന്നിട്ട് പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് എഴുതി, കൈനറ്റിക് എനർജി എത്രയാണെന്ന് എഴുതി. സോ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണെന്ന് എഴുതണം. എന്നിട്ട് എഴുതണം ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. ഇനി അറ്റ് ബി. ബിയിൽ എന്താ സംഭവിക്കുന്നത്? ബിയിലെത്തുമ്പോ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇവിടെ ഇതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. കാരണം ഇവിടെ വെലോസിറ്റി 0 ആണെങ്കിലും ഇത് ഫാൾ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞു ബിയിലെത്തുമ്പോൾ. അപ്പൊ ഇവിടെ എന്തായാലും ഇതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ആസ് ഇറ്റ് മൂവ്സ് ഡൗൺവേർഡ്, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഓർ ഇറ്റ്സ് സ്പീഡ് ഇൻക്രീസസ്. ഒരു കല്ല് താഴേക്ക്, ഒരു ഒബ്ജക്ട് ബോൾ താഴേക്ക് വരുമ്പോൾ അതിന്റെ സ്പീഡ് 0-ൽ നിന്നും ഇൻക്രീസ് ചെയ്ത് വരും. സോ അറ്റ് ബി ഇറ്റ് വിൽ ഹാവ് സം സ്പീഡ്. അതുകൊണ്ട് തന്നെ ബിയിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് വൈ ഫ്രം ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്നും വൈ ഹൈറ്റിലാണുള്ളത്, വൈ എന്ന് പറയുന്ന ഹൈറ്റിലാണുള്ളത്. അതുകൊണ്ട് അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. സോ കൈനറ്റിക് എനർജി ഉണ്ട് ബിയിൽ, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി കാണണമെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണെന്ന് അറിയണം, ഇവിടുത്തെ സ്പീഡ് എത്രയാണെന്ന് അറിയണം. നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി ദ ഫൈനൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു √2gh. എവിടുന്ന് വരുന്നതാണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh ഓർ യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh എന്ന് വരും ഇവിടെ.
യു സീറോ ആണ്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് വരും. വി ഈക്വൽ ടു √2gh നമ്മൾ പഠിച്ചതാണ്. The magnitude of the velocity or the speed v equal to √2gh. h is the height. അപ്പൊ ഇവിടെ ഫാൾ ചെയ്ത ഹൈറ്റ് ഏതാണ്? എയിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. എച്ച് ഹൈറ്റാണ് ഇത് ഡ്രോപ്പ് ചെയ്തത്. എച്ച് ഹൈറ്റ് ആണ് ബിയിലെത്തുമ്പോൾ എച്ച് ഡിസ്റ്റൻസ് ആണ് ഇത് കവർ ചെയ്തത്. കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. എയിൽ നിന്ന് ഫ്രീ ഫാൾ ചെയ്ത ബോഡി ബിയിലെത്തുമ്പോൾ അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. സോ വി ഈക്വൽ ടു √2gh. സോ വി എന്ന് പറയുന്നത് ഇവിടെയുള്ള വെലോസിറ്റി ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് വി ബി ആണ്. വി ബി എന്നാണ് കൊടുക്കേണ്ടത്. വി ബി ഈക്വൽ ടു വി √2gh ആണ്. ഈ കേസിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ വി ബി എന്ന് പറഞ്ഞാൽ വി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് എഴുതാം. വി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബിയിലെത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് വി ബി. സോ വി ബി ഇസ് ഈക്വൽ ടു √2gh അല്ലെങ്കിൽ വി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് എഴുതും. അത് മനസ്സിലായല്ലോ. അത് ഫസ്റ്റ് വൺ ഡയമെൻഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മാത്രം. ഇനി കൈനറ്റിക് എനർജി കാണണം. ഹാഫ് എം വി ബിയിലുള്ള കൈനറ്റിക് എനർജി ഹാഫ് എം വി ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 2gh. ഈ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2gh ആണ്. സോ ഹാഫ് എം ഇൻറ്റു 2gh ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു സ്മാൾ എച്ച്. mg into small h. This is the kinetic energy. Remember, kinetic energy is mg into small h. ഇനി പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ്. കൈനറ്റിക് എനർജി എല്ലാവരും കണ്ടല്ലോ. അല്ല, ഉപയോഗിച്ചിട്ടുള്ള റിലേഷൻ ഇതാണ്. ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി ദ വെലോസിറ്റി v ഈക്വൽ ടു ആഫ്റ്റർ എ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ഡിസ്പ്ലേസ്മെന്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ എച്ച് ഡെപ്തിലേക്ക് എച്ച് ഡെപ്തിലെത്തുമ്പോൾ ഒരു ഫ്രീലി ഫാൾ ചെയ്യുന്ന ഒബ്ജക്ട് എച്ച് ഡിസ്റ്റൻസ് താഴേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √2gh ആണ്. അത് വരുന്നത് എവിടെ നിന്നാണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ എന്നാണ്. യു സീറോ ആണ്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. എ എന്ന് പറയുന്നത് ജി എന്ന് കൊടുക്കുക. അപ്പൊ 2gh. എസ് എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ 2gh. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh. ഓക്കെ. ഇനി പൊട്ടൻഷ്യൽ എനർജി കാണണം ഇവിടുത്തെ. പൊട്ടൻഷ്യൽ എനർജി വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ? ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് നോക്കണം. ദാറ്റ് ഈസ് y. സോ ഇറ്റ് വിൽ ബി mgy. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് mgy. ഇനി y എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മാൾ എച്ച് എന്ന് എഴുതാം. y ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മാൾ എച്ച് അല്ലെ? ക്യാപിറ്റൽ എച്ച് നിന്ന് സ്മാൾ എച്ച് കുറച്ചാൽ y ആണല്ലോ കിട്ടുക. സോ mgy എന്നുള്ളതിന് പകരം mg ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മാൾ എച്ച്. സോ ഇറ്റ് ഈസ് mgh മൈനസ് mg സ്മാൾ എച്ച്. mg ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് mg ഇൻറ്റു സ്മാൾ എച്ച്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. അപ്പൊ ടോട്ടൽ എനർജി ബിയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജീസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് ബി. പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി എന്ന് പറഞ്ഞാൽ എം ജി ഇൻറ്റു സ്മാൾ എച്ച് ആണ്. കൈനറ്റിക് എനർജി അറ്റ് ബി എന്ന് പറഞ്ഞാൽ എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് എം ജി ഇൻറ്റു സ്മാൾ എച്ച്. എം ജി എച്ച് മൈനസ് എം ജി എച്ച് പ്ലസ് എം ജി എച്ച്. അപ്പോൾ അത് ഫൈനൽ ആയിട്ട് എന്ത് വരും? എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് വരും. സോ ദിസ് ഈസ് ദി ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് ബി. കണ്ടോ? ബിയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. എയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. So the conservation of mechanical energy is valid here. ഏതായാലും നമ്മൾ സിയിലത്തെ അവസ്ഥ എന്താണെന്നും കൂടി നോക്കാം. സിയിൽ പൊട്ടൻഷ്യൽ എനർജി സീറോ ആവുന്നുണ്ടല്ലോ. അപ്പോഴും ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണോ നോക്കാം. അപ്പൊ ബി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, അവിടെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി ഉള്ള പോയിന്റ് ആണ്. എയിൽ ഏത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി ഇല്ല. ബിയിൽ കൈനറ്റിക് എനർജി ഉണ്ട് പാർട്ടിക്കിളിന്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. രണ്ട് തരം എനർജിയും ഉണ്ട്. Again, the final result is EB is equal to mc into capital H. ഓക്കെ, ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ നോക്കി മനസ്സിലാക്കുക. ആകെ ഉപയോഗിക്കേണ്ട റിലേഷൻ ഇത് മാത്രമാണ്. വി ഈക്വൽ ടു √2gh എന്ന ഫ്രീ ഫാളിലുള്ള ഇക്വേഷൻ നമുക്ക് അറിയണം. അപ്പൊ ഈ കേസിൽ ബിയിലെത്തുമ്പോൾ വി ബി എന്ന് പറയുന്നതാവും. വി ബി ഈക്വൽ ടു √2g ഇൻറ്റു സ്മാൾ എച്ച് ഓർ വി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh. അത് ഉപയോഗിച്ചിട്ട് കൈനറ്റിക് എനർജി കണ്ടാൽ ഇറ്റ് വിൽ ബി mg ഇൻറ്റു സ്മാൾ എച്ച്. പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു y which is equal to mg into capital H minus mg into small h. ഓക്കെ, ഇനി സിയിലെത്തുമ്പോൾ എന്താ അവസ്ഥ നോക്കാം. സിയിലെത്തുമ്പോൾ ഇതേ ഇക്വേഷൻ വി ഈക്വൽ ടു √2gh ഉപയോഗിച്ചിട്ട് നമ്മൾ വി സി കാണാൻ നിന്നാൽ വി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2g ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. കാരണം സിയിലെത്തുമ്പോഴേക്ക് ഈ വസ്തുവിനുണ്ടായ ഓബ്ജക്റ്റിനുണ്ടായ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ്. സോ വി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് കിട്ടും. അപ്പൊ സിയിലുള്ള കൈനറ്റിക് എനർജി ഹാഫ് എം വി സി സ്ക്വയർ ഹാഫ് എം ഇൻറ്റു 2gh. ടു ക്യാൻസൽ ചെയ്യും. എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് കിട്ടുമല്ലോ. ഇനി സിയിൽ ഹൈറ്റ് ഉണ്ടോ? ഇല്ല, ഗ്രൗണ്ട് സർഫസിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞ എന്താണ്? ഗ്രൗണ്ട് സർഫസിൽ നമ്മൾ നോർമലി പൊട്ടൻഷ്യൽ എനർജി സീറോ എന്നാണ് എടുക്കുക. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രൗണ്ട് ലെവലിലാണ്. സോ ദി പൊട്ടൻഷ്യൽ എനർജി ഈസ് സീറോ. കൈനറ്റിക് എനർജി ഈസ് mg ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. പൊട്ടൻഷ്യൽ എനർജി ഈസ് mg ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഹൈറ്റ്, ഇവിടുന്ന് ഹൈറ്റ് ഇല്ല, സീറോ ആണ്. സോ ദാറ്റ് ഈസ് സീറോ. So total energy is C total energy is P plus Ke. Again it is 0 plus mgh.
So at A, B, C, three different points. B is any arbitrary points between the initial and final point. എയിലും ബിയിലും സിയിലുള്ള ടോട്ടൽ എനർജി നമ്മൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടു, ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. സോ ദി ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി മോഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇ എ ഈസ് ഈക്വൽ ടു ഇ ബി ഈസ് ഈക്വൽ ടു ഇ സി. സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്. സോ ദിസ് ഈസ് ദി പ്രൂഫ്. അഗെയിൻ മൊത്തത്തിലാവുന്ന നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് പഠിക്കണം. ഇനി അതിന് okay. Then ഇതെല്ലാവരും ഇപ്പൊ തന്നെ പഠിക്കണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ്, ഇപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണെന്നുള്ളത് പഠിച്ചു. അതുപോലെ നമ്മൾക്ക് പഠിക്കാനുള്ള മറ്റൊരു ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജിയാണ് സ്പ്രിങ്ങിന്റെ ഫോഴ്സ്. നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. ഒരു സ്പ്രിങ് വലിച്ചു നീട്ടുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന റിസ്റ്റോറിങ് ഒപ്പോസിംഗ് ഫോഴ്സ്, ദാറ്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. അങ്ങനെ കൺസർവേറ്റീവ് ഫോഴ്സ് ഒരു സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ഇനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അഗെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മുമ്പ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് ഡിറൈവ് ചെയ്യാം. ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ഇൻ ദിസ് ചാപ്റ്റർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഇന്റഗ്രേഷൻ ഒക്കെ ആവശ്യമുള്ള ഒരു ഡെറിവേഷൻ ആണ്. സോ ഷുഡ് ബി വെരി കെയർഫുൾ. ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് സ്പ്രിങ്. സ്പ്രിങ് ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡിൽ ഒരു ചെറിയ മാസോ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളൊന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് വിട്ടാൽ ആ സ്പ്രിങ്ങിന്റെ ലെങ്ത് ഇത്രയുമാണ്. ദിസ് ഈസ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദി സ്പ്രിങ്. ഈ പോയിന്റിന് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. സ്പ്രിങ്ങിന്റെ എൻഡ് റെസ്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിന് എക്സ് ഈക്വൽ ടു 0 എന്ന് ഇവിടെ കൊടുക്കും. ഇങ്ങോട്ട് എക്സ് നെഗറ്റീവ് ആയിട്ട് എടുക്കും, ഇങ്ങോട്ട് എക്സ് പോസിറ്റീവ് ആയിട്ട് എടുക്കും. എക്സ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിന്റെ എൻഡ് പോയിന്റ് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. സ്പ്രിങ് കംപ്രസ് ചെയ്യപ്പെടുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കും, സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കും. ദിസ് ഈസ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ ഈ സ്പ്രിങ്ങിന്റെ. ഇപ്പൊ ഈ സ്പ്രിങ്ങിൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഇവിടെ നോക്കൂ, ഈ സ്പ്രിങ്ങിനെ ഞാൻ അല്പം റൈറ്റിലേക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്തു. എക്സ് എം എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു. അതിന് അങ്ങനെ കൊടുക്കാൻ ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഫോഴ്സ് ആണ് എഫ് എന്നുള്ള റെഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് നീങ്ങും. അതിനനുസരിച്ച് സ്പ്രിങ്ങില് ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് എസ് ഉണ്ടാകും. എഫ് എസും എഫ് എയും ഈക്വൽ ആകുമ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്പ്രിങ് നീങ്ങൂല. അപ്പോ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, എന്നിട്ട് പിന്നെ അവിടെ നിൽക്കും. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആ ഇലോങ്ങേഷൻ ആണ് എക്സ് എം എന്ന് പറയുന്നത്. എക്സ് എം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇലോങ്ങേഷൻ മെയ്ഡ് ഫോർ ദി സ്പ്രിങ് ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് എഫ് എ. എഫ് എസ് ഈസ് ദി റെസ്റ്റോറിംഗ് ഫോഴ്സ് ഓർ സ്പ്രിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് വിത്തിൻ ദി സ്പ്രിംഗ്. നമ്മൾ ഇതിനെ വലിച്ചു നീട്ടുമ്പോൾ എതിർ ദിശയിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉള്ളിൽ സ്പ്രിംഗിൽ ഡെവലപ്പ് ചെയ്യും. അതാണ് എഫ് എസ്, സ്പ്രിംഗ് ഫോഴ്സ്. ഇവിടെ നോക്കൂ, സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്തു. ഇങ്ങോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് കൊടുത്തത്. അപ്പൊ സ്പ്രിങ്ങിന്റെ ലെങ്ത് കുറഞ്ഞു. സ്പ്രിങ്ങിന്റെ എൻ പോയിന്റ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്തു ബൈ ആൻ എമൗണ്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എം. എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എം എന്നുള്ള ഡിസ്റ്റൻസ് വരെ ഡിസ്പ്ലേസ്മെന്റ് അതിനുണ്ടായി. അപ്പൊ സ്പ്രിങ്ങിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അഗൈൻ ദ സ്പ്രിംഗ് ഫോഴ്സ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ ടുവാർഡ്സ് ദി റൈറ്റ്. ഈ ചിത്രം നോക്കിയാൽ സ്പ്രിംഗ് കംപ്രസ് ചെയ്യുന്നതും എലോങ്ങേറ്റ് ചെയ്യുന്നതും രണ്ടും ഇല്ലാത്ത അവസ്ഥയും ഉണ്ട്.
This middle figure represents the neutral state, or there is no elongation or no compression, which is called the equilibrium state of a spring. This is the equilibrium state. This is the elongated, stretched state. This is the compressed state. Okay, മൂന്ന് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സ്പ്രിംഗ് സീറോ എന്നാണ് പറയുന്നത്. വി അസ്യൂം ദാറ്റ് ദ വാല്യൂ ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി സീറോ ഇൻ ദി ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അങ്ങനെ ആകുമ്പോൾ ഈ ഇലോങ്ങേറ്റ് ചെയ്ത സ്റ്റേറ്റിലും കംപ്രസ് ചെയ്ത സ്റ്റേറ്റിലും സ്പ്രിങ്ങിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും തീർച്ചയാണ്. കാരണം അവിടെ രണ്ട് സ്റ്റേറ്റിലും കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദർ ഷുഡ് ബി എ പൊട്ടൻഷ്യൽ എനർജി. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് അഗെയിൻസ്റ്റ് ദിസ് സ്പ്രിംഗ് ഫോഴ്സ് ഗെറ്റ് സ്റ്റോർഡ് ആസ് എനർജി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം നിങ്ങൾക്ക് ഇപ്പോൾ വരക്കാൻ സമയമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം, പിന്നീട് അത് വരച്ചിടണം. അതിലേക്ക് ബാക്കി എഴുതാനുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ എഴുതണം. സോ വെൻ എ സ്പ്രിംഗ് ഈസ് ഇലോങ്ങേറ്റഡ് ഓർ കംപ്രസ്ഡ്, ഒരു സ്പ്രിംഗ് ചുരുക്കുകയോ നീട്ടുകയോ ചെയ്താൽ ഇറ്റ് ഡെവലപ്സ് എ റിസ്റ്റോറിംഗ് ഫോഴ്സ്. സ്പ്രിങ്ങിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതിന്റെ ഉള്ളിൽ ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് വരും, വിച്ച് ഈസ് ആൻ ഇലാസ്റ്റിക് ഫോഴ്സ്. ദിസ് സ്പ്രിംഗ് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. So the work done by the applied force against the restoring force of the spring is stored as elastic potential energy in the spring. അപ്പോ സ്പ്രിംഗ് ഫോഴ്സ് റിസ്റ്റോറിംഗ് സ്പ്രിംഗിൽ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ആ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, ഈ സ്പ്രിങ്ങിനെ എലോങ്ങേറ്റ് ചെയ്യാനോ കംപ്രസ് ചെയ്യാനോ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, ആ വർക്ക് എന്തായിട്ട് മാറും? സ്പ്രിങ്ങിന്റെ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. സോ എ സ്പ്രിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ ഈ റിസ്റ്റോറിംഗ് ഫോഴ്സിന് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഈസ് Fs is equal to minus k into x, where x is the displacement. എന്ന് പറഞ്ഞാൽ ഈ ഇക്വിലിബ്രിയം പൊസിഷന് ഈ ബോബ് അല്ലെങ്കിൽ ഈ എൻഡ് സ്പ്രിങ്ങിന്റെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഈ മാസ് ഈ ബോക്സ് എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഇവിടെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്, ഇങ്ങോട്ട് പോയാൽ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് പോയാൽ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ്. അപ്പൊ എക്സ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. എക്സ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് എന്നാ പറഞ്ഞത്. ദാറ്റ് മീൻസ് എക്സ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് with respect to or from the equilibrium position. And k is a constant which is called spring constant. This is an experimental relation. Fs is equal to restoring force in a spring is equal to minus k. Our spring constant in the unit Newton meter raised to minus 1. K is called spring constant. K force constant എന്നും പറയും. K is called force constant or the spring constant. ഇത്രയും എഴുതാ മനസ്സിലാക്കുക. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. When a spring is elongated or compressed, it develops a restoring force. The spring force is conservative. Spring force എന്ന് പറഞ്ഞാൽ ആ restoring force. That restoring force is conservative force. So we know that the work done by the applied force against the restoring force gets stored as elastic potential energy in the spring. എവിടെയും അങ്ങനെയാണ്. ഏതൊരു സംവിധാനത്തിലും ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വർക്ക് ചെയ്താൽ ദാറ്റ് എനർജി യൂസ്ഡ് ടു ഡു ദാറ്റ് വർക്ക് is gets stored as the potential energy of that particle or that system. അതെപ്പോഴും അങ്ങനെയാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ കണ്ടല്ലോ നമ്മൾ. ഇവിടെ സ്പ്രിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റിസ്റ്റോറിംഗ് ഫോഴ്സിനെ സ്പ്രിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വർക്ക് എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ഉള്ളത്. ഇനി അതിന്റെ മാത്തമാറ്റിക്സ് ആണ്. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഗെയിൻ ഇൻ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി സീറോ എന്നാണ് എടുത്തത്. അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എലോങ്ങേറ്റ് ചെയ്ത അവസ്ഥയുള്ള പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി, or it is the potential energy when the spring is compressed minus potential energy in the equilibrium position. Equilibrium position ഉള്ള സീറോ ആണ്. അതുകൊണ്ട് തന്നെ this will become the negative of the work done by the conservative force becomes the potential energy. സ്പ്രിങ്ങിന്റെ കേസിൽ നേരത്തെ ഗ്രാവിറ്റേഷണൽ കേസിലും അങ്ങനെ തന്നെയാണ്. എർത്തിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എച്ച് ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി mgh എന്ന് എടുത്തു. ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു കംപ്രഷനോ ഇലോങ്ങേഷനോ ഉണ്ടാക്കാൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ആ സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയി സ്റ്റോർ ചെയ്യും.
So remember, potential energy U is equal to negative of the work done by the conservative force when the spring is elongated or compressed through x is equal to 0 to x is equal to xm. അതോടൊപ്പം 0 മുതൽ xm വരെ ഇലോങ്ങേറ്റ് ചെയ്യുക കംപ്രസ് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഇങ്ങനെ കംപ്രഷനോ ഇലോങ്ങേഷനോ നടക്കുമ്പോൾ അവിടെ ചെയ്ത വർക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്കിന്റെ നെഗറ്റീവ് ആയിരിക്കും എന്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസി ചെയ്ത വർക്ക് ആയിരിക്കും, രണ്ടും പറയാം. It is the negative of the work done by the conservative force. ഇവിടെ ഏതാ conservative force? സ്പ്രിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ W is equal to integral 0 to xm f spring force into dx. നമ്മൾ ഇലോങ്ങേഷൻ എടുക്കുക, fs dx. So W is equal to integral 0 to xm fs dx. So U is equal to minus W. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. Potential energy U is equal to negative of the work done by the conservative force. ഇത് വർക്കിന്റെ ഡെഫിനിഷൻ ആണ് ഈ കേസിൽ. അപ്പൊ U equal to minus W നമ്മൾ പറഞ്ഞു. അപ്പോൾ that is equal to minus integral work done by the conservative force എന്ന് പറഞ്ഞാൽ fs dx ആണ്. ഇന്റഗ്രൽ 0 to xm fs dot dx ആണ്, അല്ലെങ്കിൽ fs dx ആണ്. So it is 0 to xm fs dx. fs എന്ന് പറയുന്നത് മൈനസ് kx ആണ്. So integral 0 to xm മൈനസ് ഇന്റഗ്രൽ 0 to xm മൈനസ് kx dx. ഇവിടെ ഈ മൈനസ് kx എന്ന് പറയുന്നത് നത്തിങ് ബട്ട് fs ആണ്. fs equal to minus kx. fs equal to minus kx. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളൂ. U equal to minus W. W is equal to integral 0 to xm fs dx. So U is equal to minus W. That is equal to minus integral 0 to xm fs dx. So minus integral 0 to xm minus kx dx. That is equal to k into integral 0 to xm x dx. K constant ആയതുകൊണ്ട് പുറത്തെടുക്കാം, ഇന്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കാം. സോ k into integral x dx പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2. അതിന് 0 to xm ലിമിറ്റ് അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് k into xm സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ബൈ 2 എന്ന് വരും. എക്സ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇനി 0 to xm എന്നുള്ള ലിമിറ്റും കൂടി അപ്ലൈ ചെയ്താൽ ആദ്യം xm എന്നുള്ള ലിമിറ്റ് കൊടുക്കണം. അപ്പൊ xm സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു xm സ്ക്വയർ ബൈ 2. അപ്പൊ k into xm സ്ക്വയർ ബൈ 2 എന്ന് ആൻസർ. So potential energy of the spring എന്ന് പറഞ്ഞാൽ this much. This is the potential energy, that is equal to half k xm square. x0യിൽ നിന്നും xm എന്നുള്ള അളവിലേക്ക് ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുകയോ കംപ്രസ് ചെയ്യുകയോ ചെയ്താൽ the potential energy stored in the spring is half k xm square. Integration method. Okay. Half k xm square. Okay, പെട്ടെന്ന് എഴുതൂ. ഡയഗ്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നീട് വരക്കുക. എഴുതാനുള്ളത് ഇപ്പൊ തന്നെ എഴുതുകയാണ് നല്ലത്. ഓക്കെ, potential energy U is equal to നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് ഇതേ കാര്യം തന്നെ ഗ്രാഫിക്കൽ മെത്തേഡിൽ പ്രൂവ് ചെയ്യുക. നമുക്കറിയാം ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഇവിടെ ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അത് എന്ത് ഇക്വേഷൻ ആണ്? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്, മുൻപ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്.
So y equal to mx എന്നുള്ള ഫോമിലാണ് ഇക്വേഷൻ. So it will be a straight line passing through the origin. Y equal to minus kx. F of x is equal to minus kx എന്നാണ്. So figure shows the force displacement graph for a spring. അപ്പോൾ ഒരു സ്പ്രിങ്ങിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണിത്. മൈനസ് കെ എക്സ് എന്നാണ്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ എഫ് എസ് നെഗറ്റീവ് ആയിരിക്കും. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എഫ് എസ് പോസിറ്റീവ് ആയിരിക്കും. എഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇസ് ആൾവേസ് പോസിറ്റീവ്. ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതാണ് എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നുള്ള ഗ്രാഫ്. ഇനി നമുക്ക് ആവശ്യമുള്ള വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇന്റഗ്രൽ ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എം എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് എസ് ഡി എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇസ് ദി ഏരിയ അണ്ടർ ദി കർവ്. അപ്പൊ ഇവിടെ ഈ ചുവന്ന സ്ട്രെയിറ്റ് ലൈൻ ഈ എക്സ് ആക്സിസും തമ്മിലുള്ള ഏരിയ ആണ്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 മുതൽ എക്സ് എം ആണ് ഇലോങ്ങേഷൻ നടത്തുന്നതെങ്കിൽ പ്ലസ് എക്സ് എം എന്നുള്ള പോയിന്റ് വരെ ഉള്ള ഏരിയ കാണണം. ഇവിടെയാണ് എക്സ് എം വരുന്നതെങ്കിൽ സോ ദിസ് ഈസ് എക്സ് എം. 0 ടു എക്സ് എം ആണ് നമ്മൾ ഇലോങ്ങേഷൻ കൊടുക്കുന്നതെങ്കിൽ ഈ എക്സ് എം എന്ന് പറയുന്ന പോയിന്റിന് താഴേക്ക് ലൈൻ വരച്ചാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. അത് ഏരിയ. ദിസ് ഈസ് ദാറ്റ് ഏരിയ. ഇനി കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഏരിയ അങ്ങോട്ട് വരും. ഇവിടെ ആയാലും ദിസ് വിൽ ബി ദി ഏരിയ. ഇവിടെ ആയിരിക്കും ഏരിയ വരും കംപ്രസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് റിസൾട്ട് കാണുന്നതിന് പകരം ഈ ഗ്രാഫ് വരച്ച് ഈ ഏരിയ കാണാം. നമ്മുടെ ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഏരിയ കാണാൻ ഈസിയാണ്, പെട്ടെന്ന് കാണാൻ പറ്റും. എല്ലാ കേസിലും ഇങ്ങനെ പറ്റില്ല. എഫ് എസ് കെ എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ കെ ബൈ എക്സ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഗ്രാഫ് വരച്ച് ചെയ്യലൊന്നും പോസിബിൾ അല്ല. പക്ഷെ ഇത് കെ എക്സ് ആയതുകൊണ്ട് മൈനസ് കെ എക്സ് എന്നുള്ള ഫോമിൽ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയതുകൊണ്ട് നോക്കിയാൽ പറ്റും. ഈ ഗ്രാഫ് എല്ലാവരും വരയ്ക്കുക, അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. പിന്നീട് വരച്ച് ചേർക്കണം. എഴുതാനുള്ള എളുപ്പത്തിന് എഴുതണം. ഫിഗർ ഷോസ് ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അപ്പൊ ഈ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സ് എം എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോൾ ഫോഴ്സിന്റെ വാല്യൂ മൈനസ് കെ എക്സ് എം ആയി. ഓക്കെ. Then the work done by the spring force when elongated from x is equal to 0 to x is equal to xm is given by the shaded area. ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ ആണ് ആ ഇന്റഗ്രേറ്റ്. സോ W വർക്ക് ഡൺ is equal to area under the force displacement graph എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. So W is equal to area under the force displacement graph which is equal to area of the triangle ABO. ABO എന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. So W is equal to half into OB. This is base into altitude, that is AB. Half into OB into AB. അപ്പോൾ OB എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എക്സ് എം. ഇവിടെ 0 ആണല്ലോ. എക്സ് എം മൈനസ് 0 ദാറ്റ് ഈസ് എക്സ് എം തന്നെയാവും. സോ ഹാഫ് ഇൻറ്റു എക്സ് എം ഇൻറ്റു AB എന്ന് പറഞ്ഞാൽ മൈനസ് കെ എക്സ് എം മൈനസ് 0 ദാറ്റ് ഈസ് മൈനസ് കെ എക്സ് എം. സോ ഹാഫ് ഇൻറ്റു എക്സ് എം ഇൻറ്റു മൈനസ് കെ എക്സ് എം. സോ മൈനസ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ്. ദിസ് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ് ചെയ്ത വർക്കാണ് ഹാഫ് മൈനസ് ഹാഫ് കെ എക്സ് എം സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് potential energy stored is the negative of the work done by the spring force. Negative of the work done by the spring force is the potential energy. Work done by the spring force minus half k x m square. And negative എടുത്താൽ half k x m square. So the work done is, so the potential energy U is half k x square. Potential energy U എന്നോ V എന്നോ ഉള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. So in the case of spring, potential energy at the equilibrium position, that is when spring is neither compressed nor elongated, is taken as 0. നേരത്തെ ഞാൻ പറഞ്ഞതാണ് 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. മറക്കരുത്, ഇത് കുറെ കൂടി ഈസി ആയിരിക്കും ചില ആളുകൾക്ക് ഈ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഏത് മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിനോട് കുഴപ്പമില്ല. ഒന്നെങ്കിൽ ഈ സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് തെറ്റാതെ വരച്ച് എക്സും എക്സം എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് ഒരു ഏരിയ ഉണ്ടാക്കി ആ ഏരിയ കണ്ടെത്താം. ഇവിടെ തന്നെ ഈ ഭാഗത്ത് തന്നെ പോസിറ്റീവ് തേർഡ് ഫോർത്ത് ക്വാർട്ടറിൽ തന്നെ ആവണമെന്നില്ല. ഇറ്റ് മേ ബി ഇൻ ദി സെക്കൻഡ് ക്വാർട്ടർ ഇവിടെയും വരാൻ ഏരിയ. കംപ്രഷൻ ആണ് സ്പ്രിങ്ങിന് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഏരിയ കണ്ടത് ഈ ഭാഗത്താണ്. കംപ്രഷൻ എന്ന് പറയുമ്പോൾ എക്സിന് നെഗറ്റീവ് ആവും. This is how you will find the potential energy of a spring without integrating and using the force displacement graph for the spring. ചിലപ്പോ ക്വസ്റ്റ്യനിൽ പരീക്ഷയ്ക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് മാത്രം വരക്കാൻ പറയും. അങ്ങനെയും വരക്കാൻ പറയില്ല. അപ്പൊ ഈ ഗ്രാഫ് വരച്ചു വെക്കണം. ഈ ചുവന്ന ലൈനിലെ ഈ ഗ്രാഫ് ഇത് മാത്രം വരച്ചു വെക്കണം. ഇത് ഇങ്ങനെ വരച്ചാൽ ശരിയാവില്ല, തെറ്റാണ്. ഇങ്ങനെ വരച്ചാൽ തെറ്റാണ്. ഇങ്ങനെ തന്നെ വരക്കാം. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഫോഴ്സ് എഫ് എസ് നെഗറ്റീവ് ആകണം. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എഫ് എസ് പോസിറ്റീവ് ആകണം. അപ്പോഴാണ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന ഇക്വേഷൻ ശരിയാവുകയുള്ളൂ. അവ രണ്ട് വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ് ഇന്ന് പഠിച്ചു. രണ്ടും ഓർത്തിരിക്കണം. രണ്ടല്ല, ശരിക്കും മൂന്നല്ല. രണ്ടെണ്ണമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഒന്ന്, ഒരു ഫ്രീ ഫാൾ നടത്തുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ് എന്നുള്ള ആ ഡെറിവേഷൻ, ആ പ്രൂഫ്.
മറ്റൊന്ന് സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആയ ഹാഫ് കെ എക്സ് സ്ക്വയർ. എക്സ് എം സ്ക്വയർ എന്നുള്ളത് ജനറൽ ആയിട്ട് പറയുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയേണ്ടി വരും. ഇവിടെ എക്സ് എം എന്നുള്ള അളവിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്തുകൊണ്ടാണ് യു ഈക്വൽ ടു ഹാഫ് കെ എക്സ് എം സ്ക്വയർ എന്ന് പറയുന്നത്. ഒരു ജനറൽ ആയിട്ട് എക്സ് ആണ്, എക്സ് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ എക്സ് എമൗണ്ട് ഓഫ് കംപ്രഷൻ, എക്സ് മീറ്റർ ഇലോങ്ങേഷനോ കംപ്രഷനോ ഉണ്ടായാൽ, സ്പ്രിംഗിൽ ഉണ്ടായാൽ കറസ്പോണ്ടിങ് ആയിട്ട് സ്പ്രിംഗിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ. ഹാഫ് കെ ഇൻറ്റു ദി amount of elongation or compression square, അല്ലെങ്കിൽ half k into the displacement square. Okay. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് തറോ ആയല്ലോ. ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഹാഫ് കെ എക്സ് എം സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഒരു രീതിയിലും മറക്കാൻ പാടില്ല. അത് തറവായിട്ട് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. പ്രോബ്ലത്തിലൊക്കെ ചോദിക്കും ആവശ്യം വരുന്ന ഇക്വേഷൻ ആണ്. ഇനി അടുത്ത സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേവ്സ് ആൻഡ് ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിൽ ഇത് വീണ്ടും ഇതേ കാര്യങ്ങളൊക്കെ കടന്നു വരും. അപ്പൊ അത് ഇത് ഇപ്പോൾ തന്നെ നല്ലോണം തറവായിട്ടില്ലെങ്കിൽ അപ്പൊ പിന്നെ ഒന്നും മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ ഇക്വേഷൻ ഫോർ ദി പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ സ്പ്രിങ്ങിലും മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് ആണ്. അതിന്റെ പ്രൂഫാണ് ഇവിടെ എഴുതുന്നത്. ഞാൻ ഈ സ്ലൈഡ് തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്, എന്നിട്ട് ഇത് എടുക്കുക. അപ്പോൾ ഒരു സ്ട്രെച്ച്ഡ് സ്പ്രിങ് സ്ട്രെച്ച്ഡ് അപ് ടു എക്സം ആൻഡ് ദെൻ റിലീസ്ഡ്. നമ്മൾ സ്പ്രിങ്ങിനെ പിടിച്ച് വലിച്ചു നീട്ടി അതിനൊരു എക്സം എന്ന് പറയുന്ന അളവിലുള്ള ഒരു ഇലോങ്ങേഷൻ കൊടുത്ത് എന്നിട്ട് റിലീസ് ചെയ്യാൻ. റിലീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അതാണ് താഴെ. ഒന്നാമത് സംഭവിക്കുന്നത് ഇറ്റ് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സം ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സം. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം പൊസിഷന്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് അത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഏത് മുതൽ ഏത് വരെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എക്സം ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് എക്സമിന്റെയും എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സമിന്റെയും ഇടയിൽ അത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സ്പ്രിംഗ്. നമുക്കറിയാലോ, അത് ആലോചിച്ചറിയാലോ സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്യും വലിച്ചു വിട്ടാൽ. രണ്ടാമത്തത് രണ്ട് എക്സ്ട്രീം പോയിന്റുകൾ, അതായത് എക്സ്ട്രീം പോയിന്റ് ഏതൊക്കെയാണ്? അങ്ങ് അറ്റത്തുള്ള രണ്ട് പോയിന്റ്, ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് എക്സം, ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സം. ആ രണ്ട് പോയിന്റിലും സ്പ്രിംഗിന്റെ എൻ പോയിന്റിന്റെ അല്ലെങ്കിൽ എൻ പോയിന്റിൽ ഒരു ചെറിയ പാർട്ടിക്കിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജിയും വെലോസിറ്റിയും 0 ആണ്. എക്സ്ട്രീം പോയിന്റിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമവുമാണ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ യു ഹാവ് ജസ്റ്റ് ലേൺഡ്. തൊട്ടടുത്ത് കഴിഞ്ഞ ഡെറിവേഷനിൽ നിങ്ങൾ കണ്ട ഇക്വേഷൻ ആണത്. യു എം പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സം സ്ക്വയർ. അപ്പൊ സ്പ്രിങ്ങിന് എന്താ ചെയ്തത്? വലിച്ചു നീട്ടിയിട്ട് ഒരു എക്സം എന്ന് പറയുന്ന ലെങ്ത് ഇക്വിലിബ്രിയം പൊസിഷനിൽ വലിച്ചു നീട്ടിയിട്ടാണ് റിലീസ് ചെയ്യാൻ. അപ്പൊ അത് പ്ലസ് എക്സം ഒന്ന് നേരെ പോയി ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കൂല, അപ്പുറം പോയി മൈനസ് എക്സം വരെ വരും, വീണ്ടും തിരിച്ച് പ്ലസ് എക്സം വരെ വരും, വീണ്ടും മൈനസ് എക്സമിലേക്ക് പോകും. അങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഓസിലേറ്ററി മോഷനിൽ ഈ രണ്ട് എക്സ്ട്രീം പൊസിഷൻസ്, അതായത് പ്ലസ് എക്സമോ മൈനസ് എക്സമോ ഉള്ള എക്സ്ട്രീം പോയിന്റുകളിൽ അതിന്റെ വെലോസിറ്റി 0 ആകും. അപ്പോഴാണ് അത് നിൽക്കുന്നത്. അവിടെ തിരിച്ചു വരികയാണ്. അങ്ങോട്ട് പോകുന്ന സ്പ്രിങ്ങിന്റെ എൻഡ് അവിടെ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. വീണ്ടും ഈ ഇക്വിലിബ്രിയം പൊസിഷൻ കവർ ചെയ്ത് അപ്പുറത്തേക്ക് പോയിട്ട് ഒരു എൻഡിൽ ഒരു പോയിന്റ് വരെ പോയിട്ട് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ആ തിരിച്ചു വരുന്ന പോയിന്റുകളിൽ വെലോസിറ്റി എന്ത് ചെയ്യണം? ഇൻസ്റ്റന്റേനിയസ്ലി 0 ആയിരിക്കണം. അപ്പൊ അവിടെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ ആ പോയിന്റിൽ കൈനറ്റിക് എനർജി 0 ആണ്. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി അവിടെ മാക്സിമം ആണ്. കാരണം പൊട്ടൻഷ്യൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എത്രത്തോളം ഇലോങ്ങേഷൻ കംപ്രഷൻ ഉണ്ടായിരുന്ന. ഇലോങ്ങേഷനോ കംപ്രഷനും പ്ലസ് എക്സമിലും മൈനസ് എക്സമിലും മാക്സിമം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് യു എം ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സം സ്ക്വയർ ആണ്. ദിസ് ഈസ് ദി മാക്സിമം പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഹാപ്പൻസ് അറ്റ് ദി എക്സ്ട്രീം എൻഡ്സ്. രണ്ട് പ്ലസ് എക്സമും മൈനസ് എക്സം എന്ന് പറയുന്ന രണ്ട് എക്സ്ട്രീം പോയിന്റുകളിലാണ് ഈ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ സ്പ്രിങ്ങിന്റെ എൻഡ് പോയിന്റിന് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. സ്പ്രിങ്ങിന് ഇക്വിലിബ്രിയം പൊസിഷൻ ആയ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ത് ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ് നമ്മൾ എടുത്തത്. അവിടെ കൈനറ്റിക് എനർജി അപ്പോൾ മാക്സിമം ആയി. കൈനറ്റിക് എനർജി മാക്സിമം ആയി. കൈനറ്റിക് എനർജിന്റെ വാല്യൂ ഇപ്പൊ എത്ര വരും? ഹാഫ് കെ എക്സം സ്ക്വയർ വരും. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഫ്രം ദി കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അവിടെ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പൊ അവിടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പിന്നെ എന്ത് മാത്രമേ അതിനുള്ളൂ? കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഇനി എക്സ്ട്രീം പൊസിഷനിൽ അതിന് കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സം സ്ക്വയർ ആണ്. ഈ എക്സ്ട്രീം പൊസിഷനിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സം സ്ക്വയർ ആണ്. പിന്നെ ഇക്വിലിബ്രിയം പൊസിഷനിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ കൈനറ്റിക് എനർജിയാണ്. പക്ഷേ കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എക്സ്ട്രീം പൊസിഷനിലായാലും ഇക്വിലിബ്രിയം പൊസിഷനിലായാലും അപ്പുറത്തുള്ള എക്സ്ട്രീം പൊസിഷനിലായാലും എവിടെയായാലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദാറ്റ് സ്പ്രിംഗ് ഈസ് എ കോൺസ്റ്റന്റ്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അനുസരിച്ച്
because the spring force is conservative. Our total energy constant ആവണമെങ്കിൽ എക്സ്ട്രീം പൊസിഷനിലുള്ള ടോട്ടൽ എനർജി എത്രയാണ് നമുക്കറിയാം. ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് കെ എക്സ് എം സ്ക്വയർ. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള കൈനറ്റിക് എനർജിയുടെയും അളവ് എന്ത് തന്നെയാവും, അത് തന്നെയാവും, ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആവും ഇക്വിലിബ്രിയം പൊസിഷനിൽ. വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ വെലോസിറ്റി എന്താണ്, മാക്സിമം ആണ്. കാരണം കൈനറ്റിക് എനർജി അവിടെ മാക്സിമം ആണ്, അപ്പോൾ വെലോസിറ്റി മാക്സിമം ആവും. ഇനി ആ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാ, എന്ത് ചെയ്യണം, ഈ ഹാഫ് കെ എക്സ് എം സ്ക്വയറിനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്യണം, ഹാഫ് എം വി സീറോ സ്ക്വയറിനോട് ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് വി സീറോ ഇസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ഇൻറ്റു എക്സ് എം സ്ക്വയർ. റൂട്ട് കെ ബൈ എം ഇൻറ്റു എക്സ് എം സ്ക്വയർ. വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ്, ഇതാണ് കൈനറ്റിക് എനർജി. ഇതെങ്ങനെയാണ് കൈനറ്റിക് എനർജി എന്ന് മനസ്സിലായത്. ദിസ് ഈസ് ദി ടോട്ടൽ എനർജി, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ആണ്. എക്സ്ട്രീം പൊസിഷനിലെ ടോട്ടൽ എനർജിയാണിത് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് എം സ്ക്വയർ. അവിടെ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ ആവാൻ കാരണം അവിടെ കൈനറ്റിക് എനർജി സീറോ ആണ്. ഇനി ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണെന്ന് അറിയാം, അവിടെ കൈനറ്റിക് എനർജി ഉണ്ട്. എത്രയാണെന്ന് അറിയാനുള്ള വഴി എന്താണ്, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്യുക. അപ്പോ എക്സ്ട്രീം പൊസിഷനിലുള്ള ടോട്ടൽ എനർജി തന്നെയാണ് ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ടോട്ടൽ എനർജിയും ഫോർ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അതിൽ നിന്ന് ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി ആണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ഈ എഴുതിയത്. കെ ഇ എം ഇക്വിലിബ്രിയം പൊസിഷനിലാണ് മാക്സിമം ഉണ്ടാവുക കൈനറ്റിക് എനർജി. അത് ദാറ്റ് ഈസ് എക്സ്ട്രീം പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമായിരിക്കും ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഇനി കെ ഇ എം കെ ഇ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. ആ ഇക്വേഷനെ എൽ എച്ച് എസിലെ കെ ഇ എമ്മിന് പകരം കൊടുത്താൽ ഹാഫ് എം ഇക്വിലിബ്രിയം പൊസിഷനിൽ എക്സ് ഇക്വൽ ടു സീറോ എന്നാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ വെലോസിറ്റി ഞാൻ വി സീറോ എന്ന് എടുത്തു. സോ ഹാഫ് എം വി സീറോ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഹാഫ് എം വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് എം സ്ക്വയർ. അപ്പൊ ഹാഫും ഹാഫും ക്യാൻസൽ ചെയ്ത് പോകും. എം വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എം കെ എക്സ് എം സ്ക്വയർ എന്ന് വരും. അതിൽ നിന്ന് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം ഇൻറ്റു എക്സ് എം സ്ക്വയർ. അപ്പൊ വി സീറോ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എക്സ് എം സ്ക്വയർ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എക്സ് എം എന്ന് വരും. ഇത് റൂട്ട് മൊത്തത്തിലാണ്, റൂട്ട് ഇങ്ങോട്ടുണ്ട്. റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എക്സ് എം സ്ക്വയർ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എക്സ് എം എന്ന് വരും. റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എക്സ് എം എന്നാണ് വരും. ഫോർ എനി അതർ പൊസിഷൻ the spring have both kinetic and potential energy. The total energy remains constant. ഇനി എക്സ്ട്രീം പൊസിഷനും ഇക്വിലിബ്രിയവും പൊസിഷനും അല്ലാത്ത അതിന്റെ ഇടയിലുള്ള ഏത് പൊസിഷൻ എടുത്താലും ആ സ്പ്രിങ്ങിന് പിന്നെ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. നമ്മളൊരു കല്ല് ഫ്രീ ഫാൾ ചെയ്യുന്ന അതേപോലെ ആലോചിച്ചാൽ മതി. ഏറ്റവും മാക്സിമം ആയിട്ടുള്ള കൈനറ്റിക് എനർജി സീറോ ആണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും എക്സ്ട്രീം എൻഡിന്റെ സ്പ്രിങ്ങിന്റെ രണ്ട് എക്സ്ട്രീം എൻഡുകൾ. ഏറ്റവും ബോട്ടം എൻഡിൽ അതിന് ബോട്ടം ഗ്രൗണ്ട് ലെവലിൽ എത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്, കൈനറ്റിക് എനർജി മാക്സിമം ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പ്രിംഗ് മോഷന്റെ കേസിലുള്ള പോയിന്റ് ഏതാണ്, ഇക്വിലിബ്രിയം പൊസിഷനാണ്. ഇതിന്റെ ഇടയിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ സ്പ്രിങ്ങിന് കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പക്ഷെ അതിന്റെ സം എന്ത് തന്നെയായിരിക്കും, ഈ ഹാഫ് കെ എക്സ് എം സ്ക്വയർ തന്നെയായിരിക്കും. ടോട്ടൽ എനർജി സെയിം ആയിരിക്കും എപ്പോൾ. അറ്റ് എനി പോയിന്റ് total energy equal to ke plus p, that is half mv square plus half kx square, which will be equal to half kxm square നമുക്ക് വേണമെങ്കിൽ എഴുതാം, കാരണം ഫ്രം ദി കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഇനി ഈ ഡയഗ്രാം, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ഒരു സ്പ്രിങ്ങിന്റെ എനർജീസിനെ കാണിക്കുന്ന ഡയഗ്രാം ആണ്. ദിസ് ബ്ലൂ കളേർഡ് ഗ്രാഫ് വിച്ച് ഈസ് എ പരാബോള. ബ്ലൂ കളേർഡ് ഗ്രാഫ് റെപ്രസെന്റ്സ് ദി കൈനറ്റിക് എനർജി. നോക്കൂ, കൈനറ്റിക് എനർജി രണ്ട് എക്സ്ട്രീം പൊസിഷൻ ആണ്. മൈനസ് എക്സ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിന്റെ ഒരു എക്സ്ട്രീം പൊസിഷൻ ആണ്, ഇല്ല കംപ്രസ് ചെയ്ത് വെച്ച പൊസിഷൻ ആണ്. പ്ലസ് എക്സ് എം എന്ന് പറയുന്നത് സ്പ്രിങ്ങിനെ എലോങ്ങേറ്റ് ചെയ്ത് വെച്ച പൊസിഷൻ ആണ്. ഈ രണ്ട് എക്സ്ട്രീം പൊസിഷനിലും കൈനറ്റിക് എനർജി സീറോ ആണ്. ഏത് ഗ്രാഫാണ് കൈനറ്റിക് എനർജി, ഏത് ഗ്രാഫാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് തിരിച്ചറിയാൻ ഈ ഐഡിയ വേണം. എന്താണ്, എക്സ്ട്രീം പൊസിഷൻസിൽ എക്സ് എമ്മിലും മൈനസ് എക്സ് എമ്മിലും സീറോ ആവുന്ന ഗ്രാഫ് എന്തായിരിക്കും, ദാറ്റ് റെപ്രസെന്റ്സ് ദി കൈനറ്റിക് എനർജി ഗ്രാഫ്. ബിക്കോസ് കൈനറ്റിക് എനർജി ഈസ് സീറോ അറ്റ് എക്സ്ട്രീം പൊസിഷൻസ്, കംപ്രസ്ഡ് ആൻഡ് ഇലോങ്ങേറ്റഡ്, സ്ട്രെച്ച്ഡും കംപ്രസ്ഡ് ആയിട്ട് രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി സീറോ ആണ്. അതേപോലെ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്ന ഏതാണ്, എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വിലിബ്രിയം പൊസിഷൻ. അതും നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം എത്തുന്ന ഗ്രാഫാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. സോ ദിസ് ബ്ലൂ കളേർഡ് ഗ്രാഫ് റെപ്രസെന്റ്സ് ദി കൈനറ്റിക് എനർജി. ഇനി ദിസ് റെഡ് കളേർഡ് ഗ്രാഫ് റെപ്രസെന്റ്സ് ദി പൊട്ടൻഷ്യൽ എനർജി. നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി ഇക്വിലിബ്രിയം പൊസിഷനിൽ സീറോ ആണ്. രണ്ട് എക്സ്ട്രീം പൊസിഷൻ ആയ പ്ലസ് എക്സ് എമ്മിലും മൈനസ് എക്സ് എമ്മിലും അത് മാക്സിമം ആണ്. സോ ദീസ് ടു ഗ്രാഫ്സ്, റെഡ് ആൻഡ് ബ്ലൂ ഗ്രാഫ് റെപ്രസെന്റ്സ് ദി potential energy. Red graph represents the potential energy and the blue graph represents the kinetic energy of the spring. And this graph, this orange graph, this horizontal line, straight line graph represents the total energy, which is a constant. അറിയാലോ, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഒരേ വാല്യൂ ആണ്. സ്ട്രൈറ്റ് ഗ്രാഫ് ആണ്, മാറുന്നില്ല വാല്യൂ.
So total energy U plus KE. U എന്ന് പറഞ്ഞാൽ potential energy, KE എന്ന് പറഞ്ഞാൽ kinetic energy. So sum of kinetic energy plus potential energy is a constant എന്നാണ് ഈ ലൈൻ കാണിക്കുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷനിൽ നോക്കൂ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഫുൾ കൈനറ്റിക് എനർജിയാണ്. ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ? അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. സോ ടോട്ടൽ എനർജി ഇസ് കൈനറ്റിക്. ഇനി രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി 0 ആണ്. ടോട്ടൽ എനർജി എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. ഇവിടെയും ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ. ഈ ഗ്രാഫ് ഇതുവരെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പാർട്ട് ഇല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പാർട്ടും ഇല്ല. കാരണം ഈ പാർട്ടിക്കിൾ പ്ലസ് എക്സമിന്റെ അപ്പുറത്തേക്കും മൈനസ് എക്സമിന്റെ അപ്പുറത്തേക്കും പോവില്ല. ഈ ഗ്രാഫ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഓട്ടോ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ V0 എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം ഇൻറ്റു എക്സ് എം സ്ക്വയർ അല്ല, റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എക്സ് എം സ്ക്വയർ ആണ്. അതിന് ഇങ്ങനെ എഴുതാം, റൂട്ട് കെ ബൈ എം ഇൻറ്റു എക്സ് എം എന്ന് എഴുതാം. അതൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. So let me correct it. നോക്കൂ, ഇങ്ങനെയാണ് അത് എല്ലാം. റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എക്സ് ഐ എക്സ് എം അങ്ങനെയാണ് വരും. V0 is equal to root of k by m into xm. ഓക്കെ, ഇത്രയും മതി. ഇതിന്റെ ഒരു ഡെറിവേഷൻ സ്ലൈഡ് മുമ്പ് ഞാനത് സ്കിപ്പ് ചെയ്യാണ്, അത് വേണമെന്നില്ല. ഇത് ഈ പോയിന്റുകൾ ഓർത്ത് ഇതൊക്കെ പ്രൂവ് ചെയ്യുന്ന ഒരു സ്ലൈഡ് ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. തൽക്കാലം ഞാനത് ഒഴിവാക്കുന്നു. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഒരു സ്പ്രിങ്ങിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്? സ്പ്രിങ്ങിനെ വലിച്ച് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സം എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ എൻഡ് പോയിന്റിന് കൊടുത്തിട്ട് അതിനാണ് വിട്ടാൽ അതങ്ങനെ ഓസിലേറ്റ് ചെയ്യും ബാക്ക് ആൻഡ് ഫോർത്ത്. എവിടെ മുതൽ എവിടം വരെ പോകും? പ്ലസ് എക്സം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് വലിച്ചു വിട്ട പോയിന്റ് ആണ്. ടു മൈനസ് എക്സം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എത്ര ദൂരം ഉണ്ടോ നമ്മൾ വലിച്ചു വിട്ട പോയിന്റിലേക്ക് അത്ര ദൂരം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുക. അവിടെയാണ് മൈനസ് എക്സം വരിക. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രിങ്ങിനെ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടിയിട്ടില്ല, കംപ്രസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിൽ അതിന്റെ എൻഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണ്, എക്സ്ട്രീം പൊസിഷൻസ് എന്താണെന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. എക്സ്ട്രീം പൊസിഷൻസിൽ ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് എം ആണ്, ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എം ആണ്. അപ്പൊ രണ്ട് എക്സ്ട്രീം പൊസിഷൻസിന്റെ ഇടയിൽ സ്പ്രിങ് അങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഈ രണ്ട് എക്സ്ട്രീം പൊസിഷൻസ്, അതായത് വലിച്ചു നീട്ടിയപ്പെടുന്ന മാക്സിമം പൊസിഷനും മാക്സിമം കംപ്രസ് ചെയ്ത പൊസിഷനും മാക്സിമം ഇലോങ്ങേറ്റ് ചെയ്യുന്ന പൊസിഷനും, ദാറ്റ് എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി 0 ആണ്, പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും 0 ആണ്, സ്പ്രിങ്ങിന്റെ എൻഡ് പോയിന്റിന്റെ വെലോസിറ്റിയും 0 ആണ്, കൈനറ്റിക് എനർജി 0 ആണ്. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, വിച്ച് ഈസ് ഗിവൺ ബൈ U ഈക്വൽ ടു ഹാഫ് കെ എക്സ് എം സ്ക്വയർ. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ സ്പ്രിങ്ങിന്റെ ടോട്ടൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ്. ഏതുപോലെ ഒരു മാക്സിമം ഒരു ഹൈറ്റിലേക്ക് ഒരു കല്ല് നമ്മൾ എച്ച് ഹൈറ്റിൽ നിന്ന് ഫ്രീ ഫാൾ ചെയ്യുമ്പോൾ അത് എച്ച് ഹൈറ്റിൽ ഇരിക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ്, കൈനറ്റിക് എനർജി ഇല്ല. ദാറ്റ് ഈസ് mg ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞല്ലോ. അതുപോലെയാണ് ഇവിടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി തന്നെയാണ്. സോ മാക്സിമം ടോട്ടൽ എനർജിയും അപ്പൊ എന്ത് തന്നെയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ തന്നെയാണ്. എവിടെ? എക്സ്ട്രീം പൊസിഷൻസ്. ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആവും. അപ്പോ ഫ്രം ദി കൺസർവേഷൻ ഓഫ് എനർജി ദ കൈനറ്റിക് എനർജി ഷുഡ് ബി ദി മാക്സിമം. കാരണം ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയി നിൽക്കണം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എക്സ്ട്രീം പൊസിഷനിൽ എത്രയാണോ അത് തന്നെ ഇക്വിലിബ്രിയം പൊസിഷനിലും കിട്ടണം. എക്സ്ട്രീം പൊസിഷനിലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്രയാണ്? അത് അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. അത് എത്രയാണ്? ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ്. ഇനി ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പക്ഷേ അവിടെ കൈനറ്റിക് എനർജി ഹാഫ് എം V0 സ്ക്വയർ എന്ന് എഴുതാം.
അത് എത്രയായിരിക്കണം? അത് ഹാഫ് കെ എക്സ് എം സ്ക്വയർ തന്നെ ആയിരിക്കണം. അപ്പോഴേ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി വാലിഡ് ആവുകയുള്ളൂ. അപ്പോൾ ഹാഫ് എം വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് എം സ്ക്വയർ എന്ന് എഴുതാം. ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് വി സീറോ, ദ വെലോസിറ്റി ഓഫ് ദി എൻഡ് പോയിന്റ് ഓഫ് ദി സ്പ്രിംഗ് at the equilibrium position is equal to root of k by m into xm എന്ന് കിട്ടും. ഇനി ഇക്വിലിബ്രിയം അല്ല എക്സ്ട്രീം അല്ലാത്ത ഏത് പൊസിഷൻ എടുത്താലും അവിടെ ഈ സ്പ്രിങ്ങിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. പക്ഷേ ദ ടോട്ടൽ എനർജി അപ്പോഴും കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. ഇക്വിലിബ്രിയം പൊസിഷനിലും എക്സ്ട്രീം പൊസിഷനിലും ഒക്കെ ഉള്ള അതേ ടോട്ടൽ എനർജി തന്നെയായിരിക്കും ഇടയ്ക്കുള്ള ഏത് പൊസിഷൻ എടുത്താലും. പക്ഷെ അത് കുറച്ച് കൈനറ്റിക് ആയിരിക്കും, കുറച്ച് പൊട്ടൻഷ്യൽ ആയിരിക്കും. ടോട്ടൽ എനർജി എപ്പോഴും ഹാഫ് കെ എക്സ് എം സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അതാണ് ഈ പറഞ്ഞത്. എക്സ് ഇടയിലുള്ള ഏത് പോയിന്റ് എടുത്താലും നമുക്ക് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. കൈനറ്റിക് എനർജി ഇത് അപ്പോഴുള്ള എക്സ് ഡിസ്റ്റൻസിലുള്ള എക്സ് ഡിസ്പ്ലേസ്മെന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഹാഫ് കെ എക്സ് എം സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഈ കാര്യങ്ങൾ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു കാണിക്കുന്ന ഗ്രാഫ് ഉണ്ട്. ദാറ്റ് ഗ്രാഫ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. രണ്ട് ഗ്രാഫ് ഉണ്ട്, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാഫ് മാത്രം വരക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഗ്രാഫ് വരച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൺസർവേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനമാണ്. ഗ്രാഫ് നോക്കൂ, ഇത് മൈനസ് എക്സ് എം ആണ് ഇവിടെ വരേണ്ടത്, ഇപ്പുറത്ത് പ്ലസ് എക്സ് എം വരെയാണ് ഗ്രാഫ് വരേണ്ടത്. അപ്പൊ ആ രണ്ട് മൈനസ് എക്സ് എമ്മിനെയും പ്ലസ് എക്സ് എമ്മിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പരാബോള, സിമെട്രിക് ആയിട്ടുള്ള വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള പരാബോള, അതിന് നേരെ ഇൻവേർട്ട് ചെയ്ത് വെച്ചൊരു പരാബോള. അതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്, കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്, സോറി പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. ഈ രണ്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ടോട്ടൽ, അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ടോട്ടൽ എനർജിയുടെ ഗ്രാഫ്. ഈ മൂന്ന് ഗ്രാഫുകളും വരക്കാൻ പഠിക്കണം. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ഗ്രാഫ്. വേരിയേഷൻ ഓഫ് എനർജി, പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് എ സ്പ്രിംഗ് വെൻ ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ഓർ കംപ്രസ്ഡ്, അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. നിങ്ങളുടെ ലീഡേഴ്സിനോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു, അതിന്റെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും എല്ലാവർക്കും നടന്നു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ ക്ലാസ്സിന് നിങ്ങൾ ഇനിയും കെയർലെസ് ആയിട്ട് വിടരുത്. ഓൺലൈൻ ക്ലാസ് നന്നായിട്ട് കാണുക തന്നെ വേണം. അത് മാത്രമാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓപ്ഷൻ. കോവിഡ് കൂടുതൽ കൂടുതൽ ഭീകരമായി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷ പെട്ടെന്ന്, ഇനി കോവിഡ് ഡൗൺ ആയി കഴിയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് പരീക്ഷ നടത്താൻ തയ്യാറാവുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ക്ലാസ്സിലൂടെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ ഒരു നിലക്കും സാധ്യമല്ല. നിങ്ങളുടെ സീനിയേഴ്സിന് പോലും അതിന് അവസരം കിട്ടിയിട്ടില്ല. കുറഞ്ഞ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് തന്നെ ഫുള്ള് ചാപ്റ്റർ കവർ ചെയ്യാൻ കഴിയില്ല നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് അത്തരം സിറ്റുവേഷൻ കിട്ടൂല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ അശ്രദ്ധരായിക്കൊണ്ട് പരീക്ഷയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് പഠിക്കാതെ ഒന്ന് റിഫ്രഷ് ചെയ്യാതെ പോയാൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ആവശ്യത്തിനുള്ള നോട്ടൊക്കെ എഴുതി അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ പോയാൽ, ഇതുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വിടാതെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് വലിയ ഭാരമില്ലാതെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള എക്സാം ഒക്കെ വരികയാണെങ്കിൽ ഈസി ആയിട്ട് നല്ല സ്കോർ മേടിക്കാൻ പറ്റും. ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ പോകുമ്പോൾ ഇനി ഒരു ഇംപ്രൂവ്മെന്റ് പരീക്ഷയൊക്കെ എക്സ്ട്രാ നടത്തുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം സാധാരണ ഫസ്റ്റ് ഇയറിലെ കുട്ടികൾക്ക് ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവാറുണ്ട്. സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ അവർക്ക് ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിന് അവസരം കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത്തരം ഒരു സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, പഠനത്തിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരണം. നിങ്ങൾ വെറുതെ വെക്കേഷന്റെ മൂഡിൽ അങ്ങനെ പോകരുത്. ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ ഒരു ദിവസം 1-2 മണിക്കൂറൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അതിന്റെ നോട്ട് എഴുതണം, അത് പഠിച്ചിട്ട് സംശയമുള്ളത് നിങ്ങൾ ചോദിക്കണം. ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഫിസിക്സ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നുവെങ്കിൽ നിങ്ങൾ യു ഷുഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പഠിക്കുന്ന ഓരോന്നിനെയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. ഇതെങ്ങനെ, 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 എന്താ ഇതിങ്ങനെ, എന്താ ഇത് അങ്ങനെ എന്ന് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റും അതിന്റെ കാര്യങ്ങളും ഫിസിക്സ് പൂർണ്ണമായും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ കിട്ടാതെ അവസ്ഥ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള കുട്ടികളുമായിട്ടോ ടീച്ചേഴ്സുമായിട്ടോ ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്ത് പോകണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് ആ സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സബ്ജക്റ്റിനെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എപ്പോഴും ശ്രമിക്കുക. ഫിസിക്സ് എന്നല്ല, ഏത് വിഷയം പഠിക്കുമ്പോഴും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, താങ്ക് യു.
Okay, once again, thank you for the 12 patient students.